അപ്പൊ ഫെമിനിസത്തെ കുറിച്ച് എന്ത് പറയും? ആ ഫെമിനിസം എന്ന് പറഞ്ഞ ടോപ്പിക്കിനോട് എനിക്ക് താല്പര്യമില്ല. കരയാൻ ആളുകൾക്ക് ഭയങ്കര നാണക്കേടല്ലേ, പ്രത്യേകിച്ച് പുരുഷന്മാർ കരയരുതെന്നൊക്കെയാണല്ലോ നാട്ടിലെ വെപ്പ്. പാവങ്ങൾ ശരിക്കും സ്ത്രീകളെക്കാളും പാവങ്ങൾ പുരുഷന്മാരാന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഡെഫിനറ്റ്ലി നല്ല ആൾക്കാരാ അവര്. ആ സത്യം അല്ലേ? അത് കറക്റ്റ് ആണ്. അപ്പൊ ഫെമിനിസത്തെ കുറിച്ച് എന്ത് പറയും? ആ ഫെമിനിസം എന്ന് പറഞ്ഞ ടോപ്പിക്കിനോട് എനിക്ക് താല്പര്യമില്ല. എന്താണ് അവര് പറയുന്നതിന് എന്താണ് അർത്ഥം? അല്ല, ഫെമിനിസ്റ്റുകൾ എന്താ ആക്ച്വലി പറയുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അല്ലേ? എനിക്ക് ഇന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഫെമിനിസ്റ്റുകൾ എപ്പോഴും പുരുഷന്റെ സ്ത്രീയുടെ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ടീമല്ലേ ഈ ഫെമിനിസ്റ്റുകൾ? ഇതില് ഇക്വാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ഈക്വൽ ആവണം? പുരുഷന് സ്ത്രീ എങ്ങനെ ഈക്വൽ ആവുന്നത്? ഒരിക്കലാവില്ല. ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു സ്ത്രീയുടെ ഒരു കാലിബർ അല്ല ഒരു പുരുഷന്റെ കാലിബർ, രണ്ടും രണ്ടല്ലേ? അതല്ലേ മറ്റേ സ്ത്രീ പുരുഷനാവാനും ശ്രമിക്കാൻ പറ്റില്ല, ഒരു പുരുഷൻ സ്ത്രീ ആവാനും പറ്റില്ല. അർദ്ധനാരീശ്വര സങ്കല്പം പോലും വന്നിട്ടുള്ളത് അങ്ങനെയല്ല. ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്താ അടിപൊളിയാണല്ലേ? ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത്, ഞാനൊരു നമ്മളിടം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, അവിടേക്ക് വരുന്ന ആളുകളുണ്ടല്ലോ ചേച്ചി പറഞ്ഞാൽ വിശ്വസിക്കില്ല, 18 വയസ്സ് തൊട്ട് 81 വയസ്സ് വരെയുള്ള ആളുകൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആ വരുന്ന ആളുകൾ മുഴുവൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അവിടെ ഞാൻ കൊടുക്കുന്നത് അവർക്ക് സ്നേഹം മാത്രമാണ്. ഒരു ക്ലാസ് റൂമിൽ ഇവരൊക്കെ കുട്ടികളിരിക്കുന്ന പോലെ ഇരിക്കും, ഞാൻ ടീച്ചറായിട്ടിരിക്കും. പിന്നെ 2 മാസം കൊണ്ട് നമ്മളൊരു ക്യാമ്പ് വയ്ക്കും. ആ ക്യാമ്പിൽ പോകുമ്പോൾ ഒരു മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. രാത്രി ഇങ്ങനെ ഇരുട്ട് റൂമിൽ മെഡിറ്റേഷൻ, പഴയ കുട്ടിക്കാലത്തെ ഓർമ്മകളൊക്കെ അവരെ കൊണ്ട് റികളക്ട് ചെയ്ത് ഇടിപ്പിച്ച് അവരെ കരയാനായിട്ട് അവരെ ഞാൻ ഒരു സ്പേസ് കൊടുക്കും.